നല്ല മഴ പെയ്യാറുള്ളത് കൊണ്ട് തന്നെ പറമ്പിലൊക്കെ ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ കുറച്ച് മഴയൊക്കെ മാറി നിന്ന സമയത്താണ് ഞാൻ പറമ്പിൽ ഇറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ വാഴയൊക്കെ അതാ കുലച്ച് നിൽക്കണം കണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വാഴപ്പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആ വാഴക്കൂമ്പ് വെച്ചിട്ട് തന്നെ ഇന്നൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ് ഈ ഒരു വാഴപ്പൂവ് അല്ലെങ്കിൽ വാഴക്കൂമ്പ് എന്ന് പറയുന്നത്. ചെറിയൊരു വാഴക്കൂമ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് വേസ്റ്റ് കളയാനൊന്നുമില്ല. അതിൻ്റെ മുകൾ ഭാഗത്തത്തെ ആ ഒരു ബ്രൗൺ കളറിലുള്ള ആ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ അതുപോലെ ജസ്റ്റ് ഒരു ചെറിയൊരു വൈറ്റ് കാണുമ്പോൾ നമുക്ക് ആ ഒരു തൊലി കളയണത് നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് തോരൻ വെക്കെടുക്കാം. നമ്മൾ ആ മുകൾ ഭാഗം ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു വെള്ള കളറായിട്ട് കാണാൻ പറ്റും. അതുവരെ നമുക്കതിൻ്റെ തൊലി ഭാഗം ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇനി ബാക്കിയുള്ളത് നമുക്ക് തോരൻ വെക്കാൻ എടുക്കാം. അപ്പോൾ ഇത് ചെറിയൊരു വാഴക്കൂമ്പാണ്, അതുകൊണ്ട് ഒരുപാട് നമുക്കിങ്ങോട്ട് കൂടുതലായിട്ട് ഉണ്ടാക്കാനൊന്നുമില്ല. കുറച്ചാണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഉഗ്രൻ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യണതിൻ്റെ മുമ്പ് നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് ഇതാ ഈ ഒരു രീതിക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ അതുപോലെ ഇങ്ങനെ കുനുകുനാന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇത് ഡയറക്റ്റ് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ തന്നെ വെള്ളത്തിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് മാറി വരും. അപ്പോൾ അതുപോലെ ഇങ്ങനെ കത്തി വെച്ചിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇത് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വാഴക്കൂമ്പിന് കറ ഉള്ളതുകൊണ്ട് കറയൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതിങ്ങനെ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള കറയൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മളിതാ കുനുകുനാന്ന് നമ്മൾ ചെറുതാക്കിയിട്ട് അത് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുത്താൽ നമ്മുടെ വാഴപ്പൂവ് ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു വാഴക്കൂമ്പിന് കുറച്ച് കറയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിത് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ജസ്റ്റ് നല്ല രീതിക്ക് തന്നെ അതൊന്ന് പുരട്ടി എടുത്തിട്ട് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള കറയൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം വെച്ചിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതൊന്ന് പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ച ശേഷം വേണം നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വെള്ളത്തിൽ നിന്നൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ടുണ്ട് നല്ല രീതിക്ക് ഇതൊന്ന് എല്ലാ ഭാഗത്തും വരുന്ന പോലെ ഒന്ന് പുരട്ടിയെടുക്കാം. എന്നാൽ അതിലുള്ള ആ ഒരു കറയൊക്കെ ഒന്ന് മാറി അതിൻ്റെ കളർ അധികം ചേഞ്ച് ചെയ്യാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ കൈ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വാഴക്കൂമ്പിൽ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ ദേഹത്തിന് ഒരുപാട് നല്ലതാണ് ഇത് കഴിക്കുന്നതുകൊണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതിലേക്കുള്ള തേങ്ങയൊന്ന് അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും ഒരു വെളുത്തുള്ളി അല്ലിയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് ചെറിയ ജീരകം 1/2 ടീസ്പൂണാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യാതെ ഇതൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു 2 പ്രാവശ്യം നമ്മൾ മിക്സിയിലാണെങ്കിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി. വെള്ളം ഒട്ടും ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അത് അതുപോലെ നമുക്ക് ചതച്ചെടുക്കണം. എന്നാലേ നമ്മുടെ ആ ഒരു വാഴക്കൂമ്പിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഇങ്ങനെ ചതച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ. നമുക്ക് അടി കട്ടിയുള്ള ഒരു പാന് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ ഒരു വാഴക്കൂമ്പിൽ ഒട്ടും വെള്ളം ചേർക്കാത്തത് കൊണ്ട് കുറച്ച് അടി കട്ടിയുള്ള പാത്രം തന്നെ വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു വറ്റൽ മുളകും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു വാഴക്കൂമ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ നമ്മളിതിൽ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ തോരൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്.
വെള്ളം തീരെ ചേർക്കാത്തത് കൊണ്ട് ഈ വാഴക്കൂമ്പിൽ തന്നെ നമുക്ക് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് വെള്ളം തീരെ ചേർക്കരുത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നഷ്ടമാവും. കാരണം നല്ല ടേസ്റ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ അടച്ചു വെക്കണം. അതിൻ്റെ മുമ്പ് നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂണും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 മിനിറ്റ് ഇത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ജസ്റ്റ് നടുവിലൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ആ തേങ്ങേൻ്റെ മിക്സ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇളക്കാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ തേങ്ങേൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ വാഴക്കൂമ്പ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കിയിട്ട് പിന്നെ വേണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അതുപോലെ ഇങ്ങനെ ജസ്റ്റ് എല്ലാം ഒന്ന് ഒതുക്കി വെച്ച ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു വാഴക്കൂമ്പ് എന്ന് പറയുന്നത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറന്നിട്ട് നമ്മുടെ ആ തേങ്ങൻ്റെ മിക്സും വാഴക്കൂമ്പും കൂടി ഇത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ തീരെ ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെയിമും മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഉണ്ടാവണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അടിക്ക് പിടിക്കും. അത് പെട്ടെന്ന് നമുക്ക് ആ വെന്ത് കിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇത് അതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്നും കൂടി ഇളക്കി കൊടുത്ത് ഇപ്പോൾ ഏകദേശം 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 3-4 മിനിറ്റും കൂടി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റും കൂടി നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ആ തോരന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ആ ഒരു വാഴക്കൂമ്പിൽ നല്ല വെള്ളത്തിൻ്റെ അംശമുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ ഇറങ്ങി വന്ന് നമ്മുടെ തോരൻ നല്ല സെറ്റായി കിട്ടും. അതുപോലെയാണ് നമുക്ക് കിട്ടുന്നുണ്ടത്. ഇനി അതിലെന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലെയിം ഒന്ന് ഹൈ ആക്കിയിട്ട് ആ അടപ്പൊന്ന് തുറന്ന് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റിലുള്ള വാഴപ്പൂവ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് സെർവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റിലുള്ള വാഴപ്പൂവ് തോരനാണ്. ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ചേഞ്ചായി. നല്ല ടേസ്റ്റിലുള്ള തോരനും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് നിങ്ങൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. കാരണം എല്ലാവരും കണ്ടു പോകുന്നുണ്ട്, പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്